അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ഒന്നും രണ്ടും ആളുകളല്ല വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുള്ളത്. ഈ കുടിയേറിയവരെല്ലാം പല രീതിയിലുള്ള മാർഗ്ഗങ്ങളിലൂടെയാണ് ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത്. ചിലർ സ്കിൽഡ് വർക്കറായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോയ ആൾക്കാരുണ്ട്, PR കിട്ടി മൈഗ്രേറ്റ് ചെയ്ത് പോയ ആൾക്കാരുണ്ട്, സ്റ്റുഡൻസ് ആയിട്ട് പോയ ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ നേഴ്സസൊക്കെ ആയിട്ട് അവർ നാട്ടിൽ നിന്ന് തന്നെ ജോലി കിട്ടി ഒരു സ്പോൺസറിൻ്റെ ഹെൽപ്പോടെയൊക്കെ പോയ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ മാത്രം കാര്യമല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ആരൊക്കെ ഏതൊക്കെ രാജ്യത്തേക്ക് പോയിട്ടുണ്ടോ അവരെല്ലാം പോയത് ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിലൂടെയാണ്. അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് ആരും ഇല്ലീഗലായിട്ടൊന്നും കുടിയേറിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഒരു മാർഗ്ഗം എന്ന് പറയുന്നതാണ് സ്റ്റുഡൻറ്റ് വിസ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മൾ പറയാൻ പോകുന്നത് UK ഇനി അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന ഒരു പുതിയ കാര്യമാണ്. ഓൾറെഡി അതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ UK പോലുള്ള രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോയ ആളുകൾ സ്വാഭാവികമായിട്ടും അവർക്ക് 2 വർഷത്തെ സ്റ്റേ ബാക്ക് കിട്ടും എന്നുള്ള കാര്യം നമുക്കറിയാം. പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ്, അതിപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോവുകയാണെങ്കിലും ഡോക്ടറേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിലും എല്ലാം അവർക്ക് കിട്ടുന്ന ആ ഒരു പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് വെച്ചിട്ട് അത് 2 വർഷം 3 വർഷം എന്നൊക്കെ ഡിപ്പെൻഡൻറ്റ് നമ്മൾ ഏത് കോഴ്സാണോ എടുക്കുന്നത് അതനുസരിച്ച് മാറിയിരിക്കും. പക്ഷേ ഈ 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കാണും, മിനിമം ആയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് എന്തിനാണ് കൊടുക്കുന്നത്? ഒരു ജോലി കണ്ടെത്തി UK തന്നെ സെറ്റിൽ ആവാനുള്ള ഒരു അവസരം കൊടുക്കുന്ന ഒരു ഓപ്ഷനായിരുന്നു അത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 വർഷം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ 1 വർഷം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഈ ഒരു പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിലൂടെ അവർക്ക് അതിനുശേഷം നല്ലൊരു സ്കിൽഡ് കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് എത്തുകയും അതിനുശേഷം 5 വർഷം കഴിയുമ്പം ആൾക്ക് PR പോകാനും ഒക്കെ പറ്റുന്ന ഒരു സംവിധാനമായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം 2027 ജനുവരി 1 തൊട്ട് ഈ സിസ്റ്റത്തിനൊരു മാറ്റം വരുവാണെന്നുള്ളത്. 2027 ജനുവരി 1 തൊട്ട് ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിൻ്റെ കാലാവധി അത് 2 വർഷത്തിൽ നിന്ന് 1.5 വർഷം 18 മാസത്തിലേക്ക് കുറയ്ക്കാൻ പോവുകയാണെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പല ആളുകൾക്കും ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ ഈവൻ 2 വർഷം കൊടുത്തിട്ട് പോലും പലർക്കും പ്രോപ്പറായിട്ടുള്ള ജോലിയിൽ എത്തിപ്പെടാനോ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനോ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് 1.5 വർഷമായിട്ട് ചുരുക്കി കഴിയുമ്പം ഇതെങ്ങനെ പോസിബിൾ ആകും എന്നുള്ളതാണ് നമുക്കറിയത്തില്ലാത്തത്. ഗവൺമെൻറ്റിൻ്റെയോ ഭരിക്കുന്ന പാർട്ടിയുടെയൊക്കെ മെയിനായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് തന്നെ ഇവരൊക്കെ ഫീസ് അടച്ച് പഠിച്ചു, ഇനിയിപ്പോൾ അവരെ സംബന്ധിച്ച് 2 വർഷം അവരോട് നിന്നു എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പണിയൊക്കെ ചെയ്തു, അതിനുശേഷം അവർ തിരിച്ചു പോകണം, തിരിച്ച് അവരെ പറഞ്ഞു വിടാനായിട്ട് അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണിത്. അപ്പോൾ ഇതൊന്നും രണ്ടും ആളുകൾക്കല്ല, 10,000-കണക്കിന് സ്റ്റുഡൻസ് ഈ അവസ്ഥ ഫേസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി പല ആളുകളും തിരിച്ചു പോകാനായിട്ട് തയ്യാറാവുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലപ്പോഴും പലയിടത്തും കാണുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ നിന്ന് ഇങ്ങനെ ലക്ഷങ്ങൾ ലോൺ എടുത്തു പോയ ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാകും. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്കാണ് പുതിയൊരു പരിപാടിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ UK പല യൂണിവേഴ്സിറ്റികളും നിങ്ങളുടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, പകരം വീണ്ടും ഒരു കോഴ്സ് കൂടി എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് UK സ്റ്റേ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതിയിൽ യൂണിവേഴ്സിറ്റികൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾക്ക് അവരുടെ ലൈഫ് ലോങ്ങിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കണ്ടീഷനുകൾ ഒഴികെ ഒന്നിൽ കൂടുതൽ തവണ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് തരത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സൂക്ഷിക്കുക. യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരാൾ ഇനിയും 15,000 അല്ലെങ്കിൽ 20,000 പൗണ്ട് ഫീസ് അടച്ചുകൊണ്ട് UK പഠിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് വീണ്ടും പണം കിട്ടും. അവിടെ ടാക്സ് കിട്ടുന്നുണ്ട്, അവിടെ എത്ര ഫീസ് ചെല്ലുന്നുണ്ട്, മറ്റൊരു രാജ്യത്ത് നിന്ന് അത്രയും പണം അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അതൊരു ബിസിനസ്സാണ്, പ്യുവർലി ഒരു ബിസിനസ്സാണ്. യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് അവർക്ക് പണം വേണം, അതേപോലെ തന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ടാക്സ് വേണം. അവരതുകൊണ്ട് ഇങ്ങനെ ഇനി അടുത്തൊരു പരിപാടിയായിട്ട് വരും. സ്വാഭാവികമായിട്ടും നാട്ടിലെ പണം മൊത്തം കൊണ്ട് UK ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നത് കൊണ്ട് UK പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. സ്റ്റുഡൻസാണ്, അവരെ കൊണ്ടൊരു വലിയ ഭീകരമായൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അവരവിടെ പഠിക്കുന്നു, 2 വർഷം കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യും? ആദ്യത്തെ പഠിച്ചു, അത് കഴിഞ്ഞ് കിട്ടിയ ഒരു പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് 2 വർഷം സ്റ്റേ ചെയ്തു, അതിനുശേഷം വീണ്ടും ഒരു കോഴ്സ് കൂടി എടുത്ത് പഠിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും 4-5 വർഷം കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വർഷം കഴിയുമ്പം ഈ പിള്ളേരെല്ലാം വിചാരിച്ചേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UK 5 വർഷം കണ്ടിന്യൂസ്ലി നിന്ന് കഴിഞ്ഞാൽ PR കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റുഡൻസ് ആയിട്ടും പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിൽ നിങ്ങൾ UK നിൽക്കുന്ന ഒന്നുമല്ല 5 വർഷത്തെ ഈ PRൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സ്കിൽഡ് കാറ്റഗറിയിലുള്ള ജോലി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് PR കിട്ടാനുള്ള ആ ഒരു റൂട്ടിലേക്ക് മാറാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ കുറേ കാലം UK താമസിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് PR കിട്ടത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ആരെങ്കിലും നിങ്ങൾ അങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇങ്ങനെ യൂണിവേഴ്സിറ്റികൾ പറഞ്ഞത് ശരിക്കും ഏജൻസികൾക്കൊരു പുതിയൊരു അവസരത്തിൻ്റെ വലിയൊരു സാധ്യതയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരിനിയിപ്പോൾ ഈ ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ 10,000-കണക്കിന് ആളുകൾ UK ഓൾറെഡി ഈ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരെ സമീപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? നാട്ടിൽ നിന്ന് ഒരു ലോൺ കൂടി എടുത്ത്, അല്ലെങ്കിൽ അവർ ഇത്രയും നാളുകൊണ്ട് എന്തെങ്കിലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യും? ഒരു കോഴ്സിനോട് ചേരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ കോഴ്സ് കഴിഞ്ഞ് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കഴിഞ്ഞ ആളെ സംബന്ധിച്ച് അവർക്ക് പിന്നെയും 2 വർഷം അല്ലെങ്കിൽ 1 വർഷം സ്റ്റേ ചെയ്യാനും, അത് കഴിഞ്ഞ് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടിയാൽ പിന്നെയും 2 വർഷം നിൽക്കാമെന്നുള്ളതൊക്കെ ഇവരുടെ മനസ്സിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വീണ്ടും സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവും. അങ്ങനെ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് അതിന് ചെയ്യാവുള്ളൂ. കാരണം എന്തെങ്കിലും
പണിയെടുത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ ക്യാഷ് ഇനി വീണ്ടും ഏജൻസികൾക്കും യൂണിവേഴ്സിറ്റികൾക്കുമായിട്ട് കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പം പറ്റി നിങ്ങൾക്ക് സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ആക്ഷനാണ് എടുക്കേണ്ടത്. അല്ലാതെ ഇനിയും ഏതെങ്കിലും ഓൾറെഡി ഏജൻസികൾ പറഞ്ഞത് കേട്ട് കണ്ണും പൂട്ടി വിശ്വസിച്ച് പെട്ടുപോയ ആളുകളാണ് പലരും. അപ്പോൾ ഇനിയും ഏജൻസികളുടെ ചതിക്കുഴിയിൽ പോയി ചാടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം യൂണിവേഴ്സിറ്റികൾക്കും ഗവൺമെൻറ്റിനും ഇതൊരു ബിസിനസ് മാത്രമാണെന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് മനസ്സിലാക്കാതെ എടുത്തു ചാടിയാൽ നാളെ ഇനിയും ഇത് കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാവുമെന്നുള്ളതാണ്. നിങ്ങൾക്കിനി ആ രാജ്യം പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ ഇനി ഓവർ സ്റ്റേ ചെയ്ത് വീണ്ടും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നിങ്ങൾക്ക് പറ്റുന്ന മറ്റൊരു രാജ്യം ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു വരാൻ തയ്യാറാവുക. ഇപ്പോൾ UK പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇനി നിങ്ങൾക്ക് നിലനിൽപ്പില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് റീജിയനിലേക്ക് വന്ന് അവിടെ ഒരു രാജ്യത്ത് വന്ന് നമുക്ക് പ്രോപ്പറായിട്ടൊരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവസരങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം അത് പറ്റുന്നില്ല, അങ്ങനെയും സാഹചര്യങ്ങളില്ലാത്ത ആളുകൾക്ക് തിരിച്ച് നാട്ടിൽ പോരാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഇത്രയും നാളും കിട്ടിയ എക്സ്പോഷർ, അറിവുകളാണ് നിങ്ങളുടെ സ്വത്ത്. അത് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ വന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ബിസിനസ് ചെയ്യാനോ നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടാനോ മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുമ്പോഴൊക്കെ അത് നിങ്ങളുടെ കയ്യിലൊരു അസറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ഇനിയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് വീണ്ടും ഏജൻസികൾ പറയുന്നതും യൂണിവേഴ്സിറ്റികൾ പറയുന്നതും ഗവൺമെൻറ് പറയുന്നതും കേട്ട് അവിടെ വീണ്ടും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സമയം കളയരുത്. അത് നമുക്ക് കേൾക്കുമ്പോൾ ഇതെന്തോ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണെന്ന് നമുക്ക് ചിലപ്പം തോന്നും. അപ്പോൾ ആ തോന്നുന്നതിൻ്റെ പുറത്ത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യാഷ്, അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകളെ വിളിച്ച് ഇനിയും പറഞ്ഞ് കുറച്ചുകൂടെ ക്യാഷ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് UK തുടർന്ന് നിൽക്കാമെന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ലേബർ ഗവൺമെൻറ് മാറി മറ്റൊരു ഗവൺമെൻറ്റാണ് ഇനി വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും റീഫോം പാർട്ടി ഭരിക്കുന്ന, അല്ലെങ്കിൽ റീഫോം പാർട്ടിയുടെയോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെയോ ഒരു ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിൽ കാര്യങ്ങൾ ഇതിലും വഷളാവും എന്നുള്ളതാണ് ഇപ്പോൾ അനലിസ്റ്റുകളെല്ലാം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റീഫോം പാർട്ടിയൊക്കെ കടുത്ത നിലപാടുകളാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിലും കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ ഉണ്ടായി കഴിയുമ്പം ആ സമയത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇനിയും ഒരു ഏജൻസികളോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളോ ഗവൺമെൻറ്റോ നിങ്ങളോട് വീണ്ടും പഠിച്ചു കഴിഞ്ഞാൽ UK സ്റ്റേ ചെയ്യാം, പേടിക്കേണ്ട, നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരത്തില്ല എന്ന് പറയുമ്പോൾ തിരിച്ചു പോകേണ്ടായിരിക്കും, 1-2 വർഷത്തേക്ക് തിരിച്ചു പോകേണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ജോലി കിട്ടുന്നില്ല, നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു സാലറി ത്രഷോൾഡ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ കുറച്ചുകൂടെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിച്ചുകൊണ്ട് 1-2 വർഷം കഴിയുമ്പോൾ വീണ്ടും നിങ്ങളത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം. നിങ്ങൾ പല ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടാവും, അതേപോലെ തന്നെ ഈ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എത്തിക്കോളും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ അപ്പം നമ്മൾ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അപ്പോൾ കണ്ടുമുട്ടുന്നതാണ്. ടേക്ക് കെയർ, ബൈ.